വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ നമഃ. എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. പരേതന് കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ. ബന്ധുക്കളോ സംബന്ധക്കാരോ ഒക്കെ വന്നിരിക്കുന്നവരല്ലേ അവരവരുടെ പേരുകൾ ഇവിടെ എഴുതിക്കണം. കുറിപ്പേട്ടോ ഒന്നിങ്ങ് വന്നേ. ആ ഓ മറ്റേ ആലോചനയുടെ കാര്യം എന്തായി? ആ UK-ക്കാരെ അവർക്കതിൽ താല്പര്യമുണ്ടെന്ന്. അതെ, നമുക്കെന്തിനാ ഈ അന്യനാട്ടിൽ കിടക്കുന്നവരെ? നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും സർക്കാർ ജോലിക്കാരല്ലേ നല്ലത്? ഞാനിനി മോഹൻലാലിനോട് എന്ത് പറയും? പിന്നെ എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ മതി. ഒരു ക്ലർക്കായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ടൊരു പയ്യൻ. ചേടാ, അങ്ങനെ ഒരാളെ ഇവിടെ കിട്ടാനാ? പ്രസിഡന്റ് അല്ല ഒന്ന് വരൂ. മനുവേ കേറുന്നില്ലേ? സെക്രട്ടറി ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അല്ല, ഉണ്ട്. ഒരു ചെറിയ തിരക്കിലായി പോയി. നമ്മുടെ മീരയ്ക്ക് ഒരു കല്യാണ ആലോചന ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ ഈ ഞായറാഴ്ച അവര് വരും. ഓഹോ, കരയോഗത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങില്ലേ? അയ്യോ, ഞായറാഴ്ച ഉണ്ടാവില്ലല്ലോ. ജഗത്തമ്പിള്ള വിടാം. പയ്യന്റെ പേരെന്താ പറഞ്ഞേ? ജീവൻ രാജ്. ജീവൻ രാജ്, നല്ലവരാ. ജീവൻ രാജ്, മനമോഹൻ. നൈസ് നെയിം. ജീവൻ രാജ് വരൂ. പുഞ്ചിരി കൂടുതലാണല്ലോ നിങ്ങൾ. ഐ എം എ ഹാപ്പി മാൻ. അത് നന്നായി. ആ ഇത് അമ്മ, ഇത് ഇളയോ. ഇവിടെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കാം. ഇവനും എഞ്ചിനീയറിംഗിനാ, അങ്ങ് തമിഴ്നാട്ടിലാ സെക്കൻഡ് ഇയർ. ടോപ്പറാ. അത് പിന്നെ ചേട്ടനാണല്ലോ അവന്റെ റോൾ മോഡൽ. മീര. മോളെ മീര വാ. മോൾ എവിടെയാ പഠിക്കുന്നത്? കാത്തോലിക്കേറ്റ് കോളേജ്, M.Com ഫൈനൽ ഇയർ. അല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. അതല്ലേ നാട്ടടപ്പ്. എന്ത് സംസാരിക്കാൻ? ഒന്ന് സംസാരിക്കാനല്ല. അല്ല, അവര് സംസാരിക്കട്ടെ. അവര് സംസാരിച്ചാലല്ലേ അറിയൂ. സംസാരിച്ചറിയും. എനിക്ക് സംസാരിക്കണം. ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അയ്യോ, പക്ഷെ ഞാൻ അതിൽ അല്പം ആക്റ്റീവ് ആണ്. ഞങ്ങള് കണ്ടായിരുന്നു. ഫോട്ടോസ് ഒക്കെ ഉണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? സാഹിത്യം കൊള്ളാം, പക്ഷെ ഫോട്ടോ അത്ര പോരാ. നേരിട്ട് കാണാനാ കുറച്ചുകൂടെ നല്ലത്. പോകുമ്പോ ഞാൻ മീരയുടെ നമ്പർ ഒന്ന് വാങ്ങുവേ. എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടാന്നങ്ങ് പറഞ്ഞത്? അതൊന്നും വേണ്ടെന്നേ. കല്യാണം എത്രയും പെട്ടെന്ന് നടത്താന്നല്ലേ അവര് പറഞ്ഞത്. ജാതകം നേരത്തെ നോക്കിയിട്ട് പോയത് നന്നായി. ഇനി ആ പേരിൽ മുടങ്ങില്ലല്ലോ. ഇവന് വേണ്ടി ഇനി പെണ്ണ് കണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ഇനി ആരെയും കാണണ്ട. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു. ഇതങ്ങ് ഇത്ര വേഗം ഉറക്കുമെന്ന് കരുതിയില്ല കേട്ടോ. എന്നാലും ആ നാട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് അന്വേഷിക്കണം പെണ്ണിനെ കുറിച്ച്. എന്റെ അടുത്തേക്കല്ലയോ കെട്ടിക്കേറി വരുന്നത്. അമ്മ ഈ കണ്ട കാലത്തിനും ചേട്ടന് വേണ്ടി പെണ്ണ് തിരക്കി നടന്ന് ദേ മൂക്കിൽ പല്ല് വരാറായി. ആർക്കടാ മൂക്കി പല്ലൊന്നും? ശോഭന ചേച്ചി. ചേച്ചി. ഹലോ, എടി കോമളെ. ശോഭന ചേച്ചി, എന്തുണ്ട്? കൊറേ ആയല്ലോ വിളിച്ചിട്ട്. എടി, ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാനാന്നേ. എടി, നിനക്കേ അവിടെ ഒരു മീരാ മോഹനെ അറിയാവോ? നമ്മുടെ ജീവൻ മോൻ ഒരു ആലോചന വന്നതാ. നമ്മുടെ ജീവമോന് വേണ്ടിയോ? എന്റെ പൊന്നി ചേച്ചി, ഒന്നും നോക്കാനില്ല. ഇത്രയും നല്ല പെങ്കൊച്ച് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കാണത്തില്ല. ഓ, നിന്നോടാവുമ്പോഴേ. നല്ല കൊച്ച ചേച്ചി. നിന്നോടാവുമ്പം എല്ലാം അങ്ങ് തുറന്ന് ചോദിക്കാലോ. ഞാൻ എന്നും കാണുന്ന കൊച്ചല്ലേ. പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാം. ഞാൻ വിളിക്കാൻ നിന്നെ, കേട്ടോ? ശരിയടി എന്നാ. കൊറേ വിളിച്ചതുവാ. കടാ കടാ കടാ, ഇപ്പൊ സമാധാനമായാലോ? ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക് മീരയെ മതി. കാര്യം
നീ ഇങ്ങനെ വട്ട് പിടിപ്പിക്കില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. മീരനെ ഏതാണ്ട് കല്യാണം ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എന്തിനിപ്പോ ഇത്ര പെട്ടെന്ന് നടത്തുന്നത്? അൻവറിന്റെ കാര്യം അറിഞ്ഞിട്ടാ? എന്നാലും നടത്തണ്ടല്ലേ, അവിടെ നടത്താന്ന് വിചാരിച്ചു. ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല. അൻവർ തന്നെ പ്രശ്നം കേട്ടോ. ഞാൻ അവരുടെ സൈഡാ. ആരുടെ സൈഡ്? അവരുടെ സൈഡ് പിന്നല്ലാതെ. ഇഷ്ടമുള്ളവർ തമ്മിലുള്ള കല്യാണമല്ലേ നടത്തി കൊടുക്കണ്ടേ? അവർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നമ്മൾ എന്തെങ്കിലും നടത്തി കൊടുക്കുന്നേ? ഇങ്ങോട്ട് നോക്കുമ്പോണ്ടോ നോക്കാൻ ആര് നോക്കുവോ? നീ പോയിക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ക്യാഷ് എടുക്കണം, നമ്മുടെ കൂടെ ബാങ്കിൽ പോകാനുള്ള. അവിടെ താഴെ ഓട്ടോ കിട്ടും, പോയിക്കോ, ചെല്ല്. മനുചേട്ടാ ഇവിടെ ട്യൂഷൻ വരുമ്പോൾ കാണാൻ പറ്റത്തോണ്ടാ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇനി നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്നല്ലോ നീ എന്ന് മീരയ്ക്ക് വാക്ക് കൊടുത്ത്. അത് ചേട്ടാ അങ്ങനെയല്ല. പിന്നെ നീ അന്ന് കഥ കടച്ച് മീരയുടെ അടുത്ത് എന്താ പറഞ്ഞത്? അത് ചേട്ടാ, നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാന്ന് മീരേച്ചി പറഞ്ഞു. ഇപ്പൊ പഠിക്കേണ്ട പ്രായ, അത് കഴിഞ്ഞ് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിന്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരാന്നാ മീരേച്ചി പറഞ്ഞു. ചേട്ടാ ഞങ്ങള് ഞാൻ അവളോട് സംസാരിക്കട്ടെ. വിഷ്ണുട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലാന്ന് വിഷ്ണുട്ട അറിയില്ല. എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ വിഷ്ണുട്ട എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. വിഷ്ണുട്ട ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ മരിച്ചവളെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണുട്ട? എനിക്കറിയാലോ, എനിക്ക് എത്ര ഇഷ്ടം അറിയില്ല. നിന്നുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ പൊന്നു ഇഷ്ടമല്ലോ. എനിക്ക് തോന്നി പറയാനല്ലേ പറ്റൂ. ചിലപ്പോ ചേച്ചി ഞാൻ അവളോട് സംസാരിക്കട്ടെ. നമ്മുടെ അൻവർ ഷെരീഫ് എന്താണ് അത്ര വലിയ രഹസ്യം? ഒരു പ്രണയം ഉണ്ടെന്നാണ് എനിക്ക് വിശ്വസിച്ചത്. ചിലപ്പോ ചേച്ചിയെ കുറിച്ചായിരിക്കും എനിക്ക് സംസാരിക്കണം. മൈഷേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മൈഷേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാം? മഹേഷോ? എനിക്കിനി എൻ്റെ ലൈഫിൽ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എൻ്റെ ഏട്ടനെ പോലെ മൈഷേട്ടൻ എൻ്റെ ജീവനാ. മറക്കണം, എല്ലാം മറക്കണം. നമ്മളുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യണം, വാൾപേപ്പർ എല്ലാം. എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. കൈയെടുത്ത് തലയിൽ വെക്കുക. തൊട്ടോ?